നമസ്കാരം. നമ്മുടെ ജീവിതത്തിലെ പോസിറ്റീവ് എനർജിയും ഐശ്വര്യവും വർദ്ധിപ്പിക്കുന്നതിൽ പ്രഭാത കർമ്മങ്ങൾക്ക് വലിയ പങ്കുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജന്മരാശിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ രാവിലെ എങ്ങനെ ആരംഭിക്കുന്നു എന്നതാണ് നിങ്ങളുടെ ദിവസത്തിന്റെ എനർജിയും സമ്പത്തും തീരുമാനിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഓരോ ജന്മരാശിക്കും അനുയോജ്യമായ ശക്തമായ രാവിലത്തെ ശീലങ്ങളാണ്. ഇത് നിങ്ങൾ ദിവസവും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് മാറ്റങ്ങൾ ഉറപ്പാണ്. വീഡിയോ മുഴുവനായി കാണൂ. നിങ്ങളുടെ രാശിക്ക് വേണ്ട പ്രത്യേക രഹസ്യം അവസാനം വരെ കാത്തിരിക്കുന്നു. മേടം രാശി നമ്മുടെ രാശിചക്രത്തിലെ ആദ്യത്തെ രാശിയാണ് മേടം. ചൊവ്വ അധിപനായ ഈ രാശിക്കാർ അഗ്നിതത്വമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രഭാതം അലസമായിട്ടല്ല, മറിച്ച് വലിയൊരു പോസിറ്റീവ് എനർജിയോടെ വേണം തുടങ്ങാൻ. മേടം രാശിക്കാർ ഉണർന്നാലുടൻ ആദ്യം ചെയ്യേണ്ടത് സൂര്യപ്രകാശം ഏൽക്കുക എന്നതാണ്. സൂര്യോദയ സമയത്ത് കിഴക്ക് നോക്കി നിന്ന് കൈകൾ കൂപ്പി സൂര്യനെ വന്ദിക്കുക. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഈ സമയത്ത് ഓം ആദിത്യായ നമ എന്ന മന്ത്രം 9 തവണ ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. സാമ്പത്തിക തടസ്സങ്ങൾ മാറാൻ മേടം രാശിക്കാർക്ക് ഒരു പ്രത്യേക വിദ്യയുണ്ട്. പ്രഭാതത്തിൽ കുളി കഴിഞ്ഞ് ഒരു ചെമ്പു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലൽപ്പം ചുവന്ന ചന്ദനമോ ചുവന്ന പുഷ്പമോ ഇട്ട് വീടിന്റെ കിഴക്കു ഭാഗത്ത് വെക്കുക. ഇത് ചൊവ്വയുടെ അനുഗ്രഹം ലഭിക്കാനും ബിസിനസ്സിലും ജോലിയിലും ഉയർച്ചയുണ്ടാകാനും സഹായിക്കും. പ്രഭാത ഭക്ഷണത്തിൽ അല്പം ശർക്കരയോ മധുരമോ ഉൾപ്പെടുത്തുന്നത് നിങ്ങളുടെ ജീവിതത്തെ പോസിറ്റീവാക്കാൻ സഹായിക്കും. ചുവന്ന നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങളുടെ എനർജി ലെവൽ കൂട്ടുവാൻ സഹായിക്കും. ഇടവം രാശി ശുക്രൻ അധിപനായ ഇടവം രാശിക്കാർക്ക് ജീവിതത്തിൽ ആഡംബരവും സമാധാനവുമാണ് പ്രധാനം. ഭൂമി തത്വമായതിനാൽ പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന പ്രഭാതകർമ്മങ്ങളാണ് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരുന്നത്. രാവിലെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് തറയിൽ കാൽ കുത്തുന്നതിന് മുൻപായി വലത് കൈകൊണ്ട് ഭൂമിയെ തൊട്ടു വന്ദിക്കുക. സമുദ്രവസനേ ദേവി എന്ന ശ്ലോകം ചൊല്ലുന്നത് അത്യുത്തമമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരത നൽകും. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകാൻ ഇടവം രാശിക്കാർ രാവിലെ കുളിക്കുന്ന വെള്ളത്തിൽ ഒരു തുള്ളി പനിനീരോ അല്പം സുഗന്ധദ്രവ്യമോ ചേർക്കുക. സുഗന്ധം ശുക്രനെ പ്രീതിപ്പെടുത്തും. വെള്ള നിറത്തിലുള്ള പുഷ്പങ്ങൾ കൊണ്ട് ലക്ഷ്മി ദേവിയെ വന്ദിക്കുന്നത് നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. രാവിലെ കുറച്ചു സമയം നഗ്നപാതനായി പുല്ലിലൂടെയോ മണ്ണിലൂടെയോ നടക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കുകയും സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാനുള്ള ബുദ്ധിശക്തി നൽകുകയും ചെയ്യും. മിഥുനം രാശി ബുധൻ അധിപനായ മിഥുനം രാശിക്കാർ വളരെ വേഗത്തിൽ ചിന്തിക്കുന്നവരാണ്. നിങ്ങളുടെ പ്രഭാതം നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനുള്ളതായിരിക്കണം. വായു തത്വമായതിനാൽ നിങ്ങളുടെ ഊർജം ചിതറിപ്പോകാതെ നോക്കണം. ഉണർന്ന ഉടൻ ആദ്യത്തെ 15 മിനിറ്റ് ആരോടും സംസാരിക്കാതെ മൗനം പാലിക്കുക. ആ സമയത്ത് ദീർഘമായ ശ്വാസമെടുത്ത് പ്രാണായാമം ചെയ്യുന്നത് നിങ്ങളുടെ ബുദ്ധിശക്തിയെ ഉണർത്തും. നിങ്ങളുടെ ചിന്തകളെ ഒരു ഡയറിയിൽ എഴുതി വെക്കുന്നത് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുവാൻ നിങ്ങളെ സഹായിക്കും. ബുധന്റെ പ്രീതിക്കായി രാവിലെ പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ അല്പം ഭക്ഷണം നൽകുക. പ്രത്യേകിച്ചും ധാന്യങ്ങൾ നൽകുന്നത് നിങ്ങളുടെ ജാതകത്തിലെ ദോഷങ്ങൾ അകറ്റി ഐശ്വര്യം കൊണ്ടുവരും. പ്രഭാതത്തിൽ പച്ച നിറത്തിലുള്ള വസ്തുക്കൾ കാണുന്നതോ പച്ചക്കറികൾ നനയ്ക്കുന്നതോ നിങ്ങളുടെ സാമ്പത്തിക ഭാഗ്യം വർദ്ധിപ്പിക്കും. ഫോൺ നോക്കി ദിവസം തുടങ്ങുന്ന ശീലം മിഥുനം രാശിക്കാർ ഒഴിവാക്കണം. പകരം പ്രഭാതത്തിൽ നല്ല സംഗീതമോ മന്ത്രങ്ങളോ കേൾക്കുന്നത് നിങ്ങളുടെ ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കും. കർക്കിടകം രാശി ചന്ദ്രൻ അധിപനായ കർക്കിടകം രാശിക്കാർ ജലതത്വമുള്ളവരാണ്. നിങ്ങളുടെ വികാരങ്ങളും സാമ്പത്തിക നിലയും ചന്ദ്രന്റെ ഗതിക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പ്രഭാതത്തിൽ ഉണർന്നാലുടൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചുകൊണ്ട് ദിവസം തുടങ്ങുക. കുളിക്കുന്ന വെള്ളത്തിൽ അല്പം പച്ച കർപ്പൂരം അല്ലെങ്കിൽ പനിനീർ ചേർക്കുന്നത് നിങ്ങളുടെ മാനസികമായ ഉന്മേഷം വർദ്ധിപ്പിക്കും. വെള്ളിയാഴ്ചകളിൽ പ്രഭാതത്തിൽ പാലും പഞ്ചസാരയും ചേർത്ത് ഭക്ഷണം കഴിക്കുന്നത് ഭാഗ്യം കൊണ്ടുവരും. നിങ്ങളുടെ വീടിന്റെ വടക്ക് ദിശയിൽ ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം നിറച്ചു വെക്കുന്നത് ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അമ്മയുടെയോ വീട്ടിലെ മുതിർന്ന സ്ത്രീകളുടെയോ അനുഗ്രഹം വാങ്ങി ദിവസം തുടങ്ങുന്നത് നിങ്ങളുടെ തടസ്സങ്ങൾ മാറ്റും. സൂര്യൻ അധിപനായ ചിങ്ങം രാശിക്കാർ രാജകീയ സ്വഭാവമുള്ളവരാണ്. നിങ്ങളുടെ പ്രഭാതം പ്രകാശപൂർണമായിരിക്കണം. സൂര്യോദയത്തിന് മുൻപുണരുന്നത് ചിങ്ങം രാശിക്കാർക്ക് നിർബന്ധമാണ്. കുളി കഴിഞ്ഞ് ആദിത്യ ഹൃദയം ജപിക്കുകയോ സൂര്യമന്ത്രങ്ങൾ കേൾക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ തേജസ് വർദ്ധിപ്പിക്കും. ചുവന്ന ചന്ദനം തൊടുന്നത് ചിങ്ങം രാശിക്കാർക്ക് വലിയ ഭാഗ്യം നൽകും. പ്രഭാതത്തിൽ ഗോതമ്പ് ദാനം ചെയ്യുന്നത് സാമ്പത്തികമായ വലിയ ഉയർച്ചകൾക്ക് കാരണമാകും.
പിതാവിനോട് സംസാരിച്ചോ അദ്ദേഹത്തെ വന്ദിച്ചോ ദിവസം തുടങ്ങുന്നത് നിങ്ങളുടെ കരിയറിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. കന്നിരാശി. ബുധൻ അധിപനായ കന്നിരാശിക്കാർ എല്ലാ കാര്യങ്ങളിലും പെർഫെക്ഷൻ ആഗ്രഹിക്കുന്നവരാണ്. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് ഊർജം നൽകും. രാവിലെ ഉണർന്നാലുടൻ വീട്ടിലെ ചെടികൾ നനയ്ക്കുകയോ പ്രകൃതിയെ നിരീക്ഷിക്കുകയോ ചെയ്യുക. തുളസി ചെടിയെ വന്ദിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിശക്തിയെ ഉണർത്തും. പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങൾക്ക് അനുകൂലമാണ്. പ്രഭാതത്തിൽ ഗണപതി ഭഗവാനെ ധ്യാനിക്കുന്നത് ബിസിനസ്സിലും പണമിടപാടുകളിലും വിജയം നൽകും. ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ രാവിലെ തന്നെ എഴുതി വെക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വേഗത്തിൽ കൈവരിക്കാൻ സഹായിക്കും. തുലാം രാശി. ശുക്രൻ അധിപനായ തുലാം രാശിക്കാർ സൗന്ദര്യവും സമാധാനവും ഇഷ്ടപ്പെടുന്നവരാണ്. നിങ്ങളുടെ പ്രഭാതം വളരെ വൃത്തിയുള്ളതും മനോഹരവുമായിരിക്കണം. രാവിലെ എഴുന്നേറ്റ് നല്ല വസ്ത്രം ധരിച്ച് കണ്ണാടിയിൽ നോക്കി സ്വയം പുഞ്ചിരിക്കുക. ഇത് നിങ്ങളുടെ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കും. വീടിന്റെ ഉമ്മരം വൃത്തിയായി സൂക്ഷിക്കുന്നത് മഹാലക്ഷ്മിയെ ആകർഷിക്കും. സുഗന്ധമുള്ള ചന്ദനത്തിരിയോ വിളക്കോ രാവിലെ തെളിക്കുക. വെള്ളിയാഴ്ചകളിൽ പ്രഭാതത്തിൽ ലളിതാ സഹസ്രനാമം കേൾക്കുന്നത് സമ്പത്ത് വർദ്ധിപ്പിക്കും. പങ്കാളിയോട് നല്ല രീതിയിൽ സംസാരിച്ച് ദിവസം തുടങ്ങുന്നത് നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിയാക്കും. വൃശ്ചികം രാശി. ചൊവ്വ അധിപനായ വൃശ്ചികം രാശിക്കാർ വലിയ ഉൾക്കാഴ്ചയുള്ളവരാണ്. നിങ്ങളുടെ പ്രഭാതം ആഴത്തിലുള്ള ചിന്തകൾക്കുള്ളതാണ്. രാവിലെ കുറച്ചു സമയം ഏകാന്തമായിരുന്ന് ധ്യാനിക്കുക. പ്രാണായാമം ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകളെ പുറന്തള്ളാൻ സഹായിക്കും. ഹനുമാൻ ചാലീസ ജപിക്കുന്നത് നിങ്ങളുടെ ശത്രുദോഷം മാറാനും കടബാധ്യതകൾ തീരാനും സഹായിക്കും. ചൊവ്വാഴ്ചകളിൽ പ്രഭാതത്തിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നത് പുണ്യം നൽകും. കറുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ രാവിലെ ഒഴിവാക്കി പകരം ചുവപ്പോ ഓറഞ്ചോ നിറങ്ങൾ ഉപയോഗിക്കുക. ധനുരാശി. വ്യാഴം അധിപനായ ധനുരാശിക്കാർ അറിവ് നേടാൻ താല്പര്യമുള്ളവരാണ്. നിങ്ങളുടെ പ്രഭാതം ആത്മീയമായിരിക്കണം. ഉണർന്നാലുടൻ നിങ്ങളുടെ ഗുരുവിനെയോ ഇഷ്ടദൈവത്തെയോ ധ്യാനിക്കുക. മഞ്ഞ നിറത്തിലുള്ള തിലകം ധരിക്കുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം ലഭിക്കാൻ സഹായിക്കും. വ്യാഴാഴ്ചകളിൽ പ്രഭാതത്തിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് അതിശയിപ്പിക്കുന്ന സാമ്പത്തിക മാറ്റങ്ങൾ നൽകും. മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ ദൈവത്തിന് അർപ്പിക്കുക. പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട്, ഉദാഹരണത്തിന് ഒരു പുസ്തകം വായിക്കുക, ദിവസം തുടങ്ങുന്നത് നിങ്ങൾക്ക് വലിയ ഐശ്വര്യം തരും. മകരം രാശി. ശനി അധിപനായ മകരം രാശിക്കാർ കഠിനാധ്വാനികളാണ്. നിങ്ങളുടെ പ്രഭാതം കൃത്യമായ ചിട്ടയോടെ ആയിരിക്കണം. പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിങ്ങളുടെ കിടക്കയും മുറിയും സ്വയം വൃത്തിയാക്കുക. ഇത് ശനിദേവന്റെ അനുഗ്രഹം ലഭിക്കാൻ സഹായിക്കും. പക്ഷികൾക്ക് ധാന്യങ്ങളോ വെള്ളമോ നൽകുന്നത് തടസ്സങ്ങൾ മാറ്റും. ശനിയാഴ്ചകളിൽ പ്രഭാതത്തിൽ എള്ളെണ്ണ ഒഴിച്ച ദീപം തെളിയിക്കുന്നത് സാമ്പത്തിക ലാഭത്തിന് സഹായിക്കും. കറുത്ത എള്ള് ദാനം ചെയ്യുന്നത് ഉത്തമമാണ്. കീഴ് ജീവനക്കാരോട് അല്ലെങ്കിൽ സഹായികളോട് കരുണയോടെ സംസാരിക്കുന്നത് നിങ്ങളുടെ ഐശ്വര്യം വർദ്ധിപ്പിക്കും. കുംഭം രാശി. ശനി അധിപനായ കുംഭം രാശിക്കാർ വ്യത്യസ്തമായി ചിന്തിക്കുന്നവരാണ്. നിങ്ങളുടെ പ്രഭാതം മറ്റുള്ളവർക്ക് ഗുണകരമായിരിക്കണം. പ്രഭാതത്തിൽ ജനാലകൾ തുറന്നിട്ട് ശുദ്ധവായു ശ്വസിക്കുക. യോഗ ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിലെയും മനസ്സിലെയും വിഷാംശം കളയാൻ സഹായിക്കും. പാവപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും. ശനി സ്തോത്രങ്ങൾ കേൾക്കുന്നത് സാമ്പത്തിക സുരക്ഷിതത്വം നൽകും. പഴയ സാധനങ്ങൾ വീട്ടിൽ നിന്ന് നീക്കം ചെയ്യുന്നത് പുതിയ ഊർജം വരാൻ സഹായിക്കും. മീനം രാശി. വ്യാഴം അധിപനായ മീനം രാശിക്കാർ ആത്മീയ ചിന്തയുള്ളവരാണ്. നിങ്ങളുടെ പ്രഭാതം ദൈവത്തോടുള്ള നന്ദി പറച്ചിലായിരിക്കണം. കുളി കഴിഞ്ഞ് വിളക്ക് കൊളുത്തി മൗനമായി ദൈവത്തെ ധ്യാനിക്കുക. ജലതത്വമായതിനാൽ കുളിക്കുമ്പോൾ നദികളെ സ്മരിക്കുന്നത് പുണ്യം നൽകും. മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഐശ്വര്യം തരും. മീനുകൾക്ക് തീറ്റ നൽകുന്നത് നിങ്ങളുടെ ജാതകത്തിലെ എല്ലാ ദോഷങ്ങളെയും മാറ്റാൻ സഹായിക്കും. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്ഥിതിയോടെ ദിവസം തുടങ്ങുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമ്പത്തും നിറയ്ക്കും.